പണ്ട് മുത്തശ്ശിമാരുടെ കാലത്ത് രാവിലെ കഴിക്കാൻ ഇടയ്ക്കൊക്കെ നെയ്പത്തിരി ഉണ്ടാക്കുമായിരുന്നു. ഇതിനെന്തൊരു ടേസ്റ്റാണ്, കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. പക്ഷേ ഇതിൻ്റെ കൂട്ട് ആർക്കും അറിയില്ലായിരുന്നു. എന്താണെന്നറിയില്ല, ഇത് ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതിൻ്റെ കൂട്ട് ഞാൻ ഓർമ്മിച്ചെടുത്ത് അത് ഉണ്ടാക്കി നോക്കി. അപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാവോ. അമ്മയും ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമേ ഇല്ല. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ഇതിൽ കൂട്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. എന്തായാലും പണ്ട് മുത്തശ്ശിമാർ ഒരുപാട് തറവാടൊക്കെ ആയിരിക്കുമ്പോൾ ഒരുപാട് സാധനങ്ങളിങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഒരു കറിയൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. എന്തായാലും ഞാൻ ഈ കൂട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാനൊന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഞാനിന്ന് ഇവിടെ ഇതിന് ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസ് കറിയൊക്കെ കൂട്ടിയിട്ട് ഇന്ന് നല്ലൊരു പ്രഭാത ഭക്ഷണമായിരുന്നു ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ കൂട്ടിൽ എന്തെല്ലാമാണ് ഇതിൽ ചേർക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നല്ല വറുത്ത പൊടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു നാഴി പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വറുത്ത ഒരു ഗ്ലാസ് പൊടി, ഒരു നാഴിപ്പൊടി, അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയാണ്, ചിരകി വെച്ച തേങ്ങ, അതുപോലെ തന്നെ കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി നല്ല കുറുകുറാന്നരിഞ്ഞിട്ട്, അതുപോലെ തന്നെ നല്ല തിളയ്ക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഒരു റെസ്റ്റും വേണ്ട, നന്നായിട്ട് ഇളക്കുക. അതായത് തിളയ്ക്കുന്ന വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക. തിളയ്ക്കുന്ന വെള്ളമാണ്, നന്നായിട്ട് ഇളക്കും തോറുമാണ് അതിൻ്റെ ആ ടേസ്റ്റ്, ആ സോഫ്റ്റ്നെസ്സിന് വരുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കുക, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇളക്കുക. അങ്ങനെ ഒരു വിധം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ നല്ല പൊടിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഇളക്കുന്നതിനനുസരിച്ച് പൊടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേ ഇങ്ങനെ നല്ല ചൂടാണ്. ഒന്ന് റെഡിയാക്കി കൈകൊണ്ട് തന്നെ ഇനി ഒന്ന് റെഡിയാക്കുക. കൈകൊണ്ട് തന്നെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇതുണ്ട്, കറിവേപ്പിലയുണ്ട്, ചെറിയുള്ളിയുണ്ട്, അതുപോലെ വെളുത്തുള്ളി, ഈ പച്ചക്കറി എല്ലാം നോക്കിക്കുക. നല്ല ടേസ്റ്റ്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടാക്കാം. അന്നവർ ഇതൊക്കെയാണ്. ഇത് നന്നായിട്ട് ഒരു ഉണ്ട പിടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അത് സാധാരണ നെയ്പത്തിരി ഉണ്ടാക്കുന്നത് കണ്ടോ, തിളച്ച എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നല്ലൊരു നെയ്പത്തിരി ഇവിടെ ഇത് കണ്ടോ നല്ല പൊങ്ങി വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ, നല്ല ടേസ്റ്റാണ്. അന്ന് കറിയൊന്നും അവിടെ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കണ്ടോ, ഇതുപോലത്തെ ഒരു നെയ്പത്തിരി ഒന്ന് കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഗ്രീൻ പീസ് കറി. അപ്പോൾ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ മസാല തേങ്ങ അരച്ചതും ഒക്കെ കൂടെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും വെക്കുന്ന പോലെ ഒരു നല്ലൊരു മസാല കറി, അതായത് ഗ്രീൻ പീസിൻ്റെ കൂടെ എല്ലാ മസാലയെല്ലാം ചേർത്ത് നല്ലൊരു കറി ഇവിടെ റെഡിയാക്കി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ, നല്ലൊരു വറവും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു കറി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഈ പത്തിരിയുടെ കൂടെ ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിനെടുക്കേണ്ടത് വറുത്ത പൊടിയാണ്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും ഇടാം, കുറച്ച് ഇട്ടാൽ മതി, അധികം ഇടരുത്. കറിവേപ്പിലയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇത് കണ്ടോ, ഇതിലേക്ക് ഞാൻ നല്ലൊരു വറവും കൂടി ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഗ്രീൻ പീസ് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിന് പ്രത്യേകിച്ച് എന്ത് കറി വേണമെങ്കിലും കൂട്ടാം. രാവിലെ നമുക്ക് എന്ത് കറി വേണമെങ്കിലും, ഇപ്പം മുട്ടയോ ഇതൊക്കെ കഴിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ.